നടുവേദനയ്ക്കാണെങ്കിൽ ഒട്ടനവധി കാരണങ്ങളുണ്ട്. ഓക്കെ, അത് ഓരോ ഏജ് ഗ്രൂപ്പിനുണ്ടാകുന്ന കാരണങ്ങളും വളരെ ഡിഫറെൻ്റ് ആണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആൾക്കാർക്ക് ഉണ്ടാകുന്ന വേദന. പക്ഷേ ഏറ്റവും കോമൺലി ഈ യങ് ആയിട്ടുള്ള ആൾക്കാരിൽ നടുവേദനയുടെ പ്രധാന കാരണം ഒന്നെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന മസിൽ സ്പാസം, അല്ലെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒരു വാരിച്ച ജോലി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പെട്ടെന്നുണ്ടായ നടുവേദന, ഡിസ്ക് പുറത്തോട്ട് തള്ളുക, കാലിലേക്ക് ഉണ്ടാകുന്ന കട്ടുകഴപ്പുള്ള വേദന ശക്തമായിട്ടുണ്ടാകുന്നത്. അതൊരു എപ്പോഴും ഒരു അക്യൂട്ടായിട്ടുള്ള പ്രസൻറ്റേഷൻ ആയിരിക്കും. അവർക്ക് പെട്ടെന്നുണ്ടായ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ ഒരു കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഒന്നെങ്കിൽ അതൊരു മസിൽ സ്പാസം മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്നതാണോ, കാലിലേക്ക് വരുന്ന വേദനയുടെ കാരണം കൊണ്ട് അതൊരു ഡിസ്ക് പുറത്തോട്ട് തള്ളി വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വേദനയാണോ. പ്രായമായിട്ടുള്ള ആൾക്കാരിൽ നടുവേദനയുടെ കാരണം തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പ്രായമായിട്ടുള്ള ആൾക്കാർ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും തന്നെ ഡിഫറെൻ്റ് ആണ്. അവരുടെ നടുവേദനയെക്കാട്ടി കൂടുതലും അവർ പലപ്പോഴും അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് കാലിലേക്ക് രണ്ടും കഴച്ചിറങ്ങുന്ന പോലത്തെ വേദനയായിരിക്കും. അവർ ടിപ്പിക്കലി പറയുന്ന സിംറ്റം തന്നെ അവർക്ക് പണ്ട് ദൂരം നടക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലായിരുന്നു, ഇപ്പോൾ ഒത്തിരി ദൂരം നടക്കുമ്പോൾ തന്നെ കാലിലേക്ക് കഴച്ചിറങ്ങുന്ന പോലത്തെ വേദന. ഒരല്പം നേരം ഇരിക്കാതെ അവർക്ക് പിന്നീട് തുടർന്ന് നടക്കാൻ കഴിയില്ല. കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ കാലിലേക്ക് കഴച്ചിറങ്ങുന്ന പോലത്തെ വേദനയും ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. അവർക്ക് നടുവേദനയെക്കാട്ടി കൂടുതലും പലപ്പോഴും രോഗികൾ പ്രായമായിട്ടുള്ള ആൾക്കാർ പ്രസന്റ് ചെയ്യുന്ന രീതി തന്നെ ഇങ്ങനെയായിരിക്കും. ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം ഡിസ്കുകൾക്ക് ഇവർക്ക് തേയ്മാനം ഉണ്ടാവാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. ഇവരിൽ കൂടുതലും എല്ലുകൾക്ക് ഉണ്ടാവുന്ന അമിത വളർച്ച, അതുപോലെ തന്നെ ഈ സ്പൈനൽ കോഡിന് ചുറ്റുമുള്ള ലിഗമെന്റുകൾക്ക് ഉണ്ടാവുന്ന കല്ലിപ്പ് തുടങ്ങിയ കാരണങ്ങളാണ് ഇവർക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. AR Super Specialty Hospital. Your health, our priority.